ഹലോ. അപ്പം നമ്മുടെ കേരള ബ്രേക്ക്ഫാസ്റ്റ് സീരീസിൻ്റെ സെക്കൻഡ് ഡേ നമുക്കിന്ന് നല്ല അടിപൊളി സോഫ്റ്റായിട്ടുള്ള അരിപ്പുട്ടും നല്ല വറുത്തരച്ച കടലക്കറിയുമാണ്. കൂടാതെ നമുക്കൊരു ഏത്തയ്ക്ക പുഴുങ്ങിയതുകൊണ്ട് ഒരു മുട്ട പുഴുങ്ങിയതുകൊണ്ട് കേട്ടോ. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ തലേദിവസം തന്നെ കടല നമുക്ക് ആവശ്യമനുസരിച്ച് എടുത്തിട്ട് നെകയ്ക്ക് വെള്ളം ഒഴിച്ച് നമുക്ക് കുതിർക്കാനിടാം കേട്ടോ. ഒരു 7-8 മണിക്കൂറെങ്കിലും ഇത് കുതിരണം, നന്നായിട്ട് കുതിർന്ന് വരണം. അപ്പോൾ അത് കുതിർക്കാനിട്ടു. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാം കേട്ടോ. പുട്ടുണ്ടാക്കാനായിട്ട് നമ്മളിവിടെ ഈ ഒരു കപ്പിലാട്ടോ പുട്ടുപൊടി എടുത്തേക്കുന്നത്. ഈ ഒരു കപ്പ് പുട്ടുപൊടി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് ഇൻസ്റ്റൻറ്റ് പുട്ടുപൊടി ആയതുകൊണ്ട് തന്നെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാട്ടോ. നമ്മൾ എടുത്ത ഒരു കപ്പ് അളവിന് തന്നെ അതേ സെയിം എമൗണ്ട് ഓഫ് വെള്ളമാട്ടോ നമ്മൾ ആഡ് ചെയ്തേക്കുന്നത്. അതായത് ഒരു കപ്പ് പുട്ടുപൊടി എടുത്താൽ ഒരു കപ്പ് വെള്ളം. ഇനി ഇത് നമുക്കൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. അപ്പോഴത്തേക്കും നന്നായിട്ട് കുതിർന്നിങ്ങനെ വന്നിട്ടുണ്ട്. 15 മിനിറ്റിന് ശേഷം എന്താ ഇതുപോലെ നല്ല കുതിർന്ന് വെള്ളമെല്ലാം വറ്റിയെല്ലാം നന്നായിട്ട് പിടിച്ചിരിപ്പുണ്ടേ. അപ്പോൾ ഇനി നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഇളക്കിയെടുത്താൽ മതി. മറ്റേ പുട്ടുപൊടി പോലെ നമ്മൾ ഒരുപാട് കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാനായിട്ട് നമ്മൾ പുട്ടുകുറ്റിയിൽ ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കാവേ. അതിനുശേഷം നമ്മൾ നനച്ച് വെച്ചേക്കുന്ന നമ്മുടെ പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. അങ്ങനെ തേങ്ങയും പുട്ടുപൊടിയും മാറി മാറി നമുക്ക് ലെയർ ചെയ്ത് പുട്ടുകുറ്റിയിലേക്ക് ആക്കി കൊടുക്കാവേ. ഇപ്പോൾ ഇതാ നമ്മൾ നിറച്ചിട്ടുണ്ടേ. ഇനി ഏറ്റവും മുകളിൽ നമുക്ക് ആവശ്യത്തിന് തേങ്ങയാക്കി കൊടുക്കാം. ഇനി നമുക്ക് പുട്ട് പുഴുങ്ങിയെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ പുട്ട് പുഴുങ്ങി വന്നിട്ടുണ്ടേ. കണ്ടോ, നല്ല സോഫ്റ്റ് ആവി പറക്കുന്ന പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വെറും 15 മിനിറ്റ് കൊണ്ട് ഈസി ആയിട്ട് പുട്ടുണ്ടാക്കാം. സാധാരണ അരിപ്പൊടി പോലെ നമ്മൾ ഒരുപാട് കുഴയ്ക്കാനും മിക്സ് ചെയ്യാനും ഒന്നും മെനക്കെടേണ്ട കാര്യമില്ല. ഈസി ആയിട്ട് തന്നെ വെറും 15 മിനിറ്റിൽ നമുക്ക് പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളിപ്പോൾ 2 കുറ്റി പുട്ട് ഇവിടെ ആവി പറക്കുന്ന പുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി കടലക്കറി വെക്കാനായിട്ട് നോക്കാം കേട്ടോ. ഇത് നമ്മൾ ഇന്നലെ കുതിർക്കാനിട്ടിരുന്ന നമ്മുടെ കടലയാട്ടോ. നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കണ്ടോ, നല്ല രീതിയിൽ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കടലക്കറിക്ക് ആവശ്യമായിട്ട് നമ്മൾ ഒരു മീഡിയം സൈസ് സവോള എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെറിയൊരു കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞതുണ്ട്. പിന്നെ വെളുത്തുള്ളി ഉണ്ട് കേട്ടോ. നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന കടല നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു മീഡിയം സൈസ് സവോള, പിന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർക്കുമ്പം കടലക്കറിക്കൊരു പ്രത്യേക ടേസ്റ്റാട്ടോ. മാത്രമല്ല നമ്മളിത് വറുത്തരച്ചാട്ടോ കടലക്കറി വെക്കുന്നത്. ഇനി നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുത്ത് പിന്നെ കടലയും ഇതെല്ലാം കൂടി വേവാൻ ആവശ്യമായ വെള്ളം കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ നെകക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതായത് കടലയുടെയൊക്കെ മേളിൽ നിൽക്കുന്ന രീതിക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. കടല വേവാനായിട്ട് നമുക്ക് 6 മുതൽ 8 വരെ വിസിൽ, അത് നമ്മുടെ കുക്കറിൻ്റെ അനുസരിച്ചിരിക്കും കേട്ടോ. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാനായിട്ട് ഇവിടെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, 3-4 ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ മല്ലിപ്പൊടിയും മുളക് പൊടിയും 1 തണ്ട് കറിവേപ്പിലയാട്ടോ നമ്മൾ എടുത്തേക്കുന്നത്. പിന്നെ മസാലക്കൂട്ടിനായിട്ട് നമ്മളിവിടെ ഗരം മസാല, കുറച്ച് കുരുമുളക്, 2 പീസ് നമ്മൾ കറുവപ്പട്ട, കൂടെ പെരുംജീരകവും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടികട്ടിയുള്ള ഒരു ചീനിച്ചട്ടി ചൂടാകുമ്പം നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന നമ്മുടെ തേങ്ങായും ചുമന്നുള്ളിയും കൂടെ തന്നെ കറിവേപ്പില ഇട്ട് നന്നായിട്ട് നമുക്കതൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. നല്ല രീതിയിൽ നമ്മൾ ഈ തേങ്ങായും ഉള്ളിയും കറിവേപ്പിലയെല്ലാം നല്ല വറുത്തെടുക്കണം. ഇനി ഒന്ന് ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിലേക്ക് തന്നെ നമ്മുടെ എടുത്ത് വെച്ചേക്കുന്ന കറുവപ്പട്ടയും നമ്മുടെ കുരുമുളകും കൂടെ തന്നെ പെരുംജീരകവും ചേർത്ത് നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് വറുത്തെടുക്കാവേ. നല്ല രീതിയിൽ ഇത് മൂത്ത് വരണം. അപ്പോൾ ഇതാ നമ്മൾ നല്ല രീതിയിൽ അതൊന്ന് മൂപ്പിച്ച് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുവേണ്ടി ആദ്യം നമ്മൾ ചേർക്കുന്നത് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന നമ്മുടെ മുളക് പൊടിയാണ്. അങ്ങനെ നമ്മൾ എടുത്ത് വെച്ച എല്ലാ പൊടികളും ചേർത്ത് നന്നായിട്ട് അതിൻ്റെ പച്ചമണം എല്ലാം മാറിപ്പോകുന്നിടം വരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണേ. പൊടികൾ ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ ഫ്ലെയിം സിമ്മിലേക്ക് ഇടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ പൊടികൾ കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മൂത്ത് അതൊന്ന് ഈ ചട്ടിയിൽ നിന്ന് തന്നെ വാങ്ങി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ചൂട് കാരണം കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ കടല വെന്തോന്ന് നമുക്ക് നോക്കാം. നന്നായിട്ട് ഇതാ വെട്ടി തിളയ്ക്കുന്നുണ്ട് നമ്മുടെ കടലയെ. നമുക്കൊരു പീസ് എടുത്ത് നോക്കാം ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ ഇതാ നന്നായിട്ടത് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ
തേങ്ങയും എല്ലാം വറുത്ത് കോരി വെച്ചത് നന്നായിട്ട് വെള്ളം തൊടാതെ, ഒരു ശകലം പോലും വെള്ളം തൊടാതെ അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവേ. വെള്ളം ചേർത്ത് അരച്ചാൽ നമ്മുടെ കറിയുടെ കളർ തന്നെ മാറും. അപ്പോൾ ഇങ്ങനെ വറുത്തരച്ചൊരു മുരിങ്ങയ്ക്കയുടെ തീയൽ ഞാൻ വെക്കുന്ന റെസിപ്പി ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ഐക്കാർഡിൽ കൊടുക്കാവേ, എൻ്റെ സ്ക്രീനിൽ ഞാനത് കൊടുത്തേക്കാവേ. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് അത് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ നമ്മളിപ്പം അരപ്പും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നല്ല ചിക്കൻ കറിയുടെ ടേസ്റ്റിലുള്ള നല്ല അടിപൊളി കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് ചെറിയ പീസസായിട്ട് കട്ട് ചെയ്ത് വെച്ച് നമ്മുടെ തേങ്ങയെ നമുക്കതിലൊന്ന് വറുത്ത് മൂപ്പിച്ചെടുക്കാം കേട്ടോ. തേങ്ങ ഇങ്ങനെ എണ്ണ മൂപ്പിച്ച് കടലക്കറിക്കകത്ത് ചേർക്കുമ്പോൾ നല്ല അടിപൊളി ഒരു ഫ്ലേവർ ആട്ടോ വരുന്നത്. അപ്പോൾ നന്നായിട്ടിത് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കത് കോരി മാറ്റി വെക്കാം കേട്ടോ. നമ്മുടെ മൂത്ത തേങ്ങ മാറ്റി വെച്ചതിന് ശേഷം ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് കടുക് താളിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആ എണ്ണയിലേക്ക് തന്നെ ആദ്യം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന നമ്മുടെ ചെറിയുള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചെറിയുള്ളി നന്നായിട്ട് മൂപ്പിച്ച് വരണം. ആ കൂടെ തന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി എടുക്കുന്നുണ്ട്. ഒരു തണ്ട് കറിവേപ്പിലയോളം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് നന്നായിട്ട് കരിഞ്ഞു പോവാതെ ഇളക്കി നല്ല രീതിയിൽ മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഇങ്ങനെ കടുക് താളിച്ചിടുമ്പോഴാട്ടോ കടലക്കറിക്ക് ശരിക്കും ആ ഫ്ലേവർ വരുന്നത്. അപ്പോൾ നമ്മുടെ കടലക്കറിയിലേക്ക് ആദ്യം നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന നമ്മുടെ തേങ്ങാക്കൊത്തുകൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമ്മളിവിടെ താളിപ്പ് തയ്യാറാക്കിയത് അതും കൂടി നന്നായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ബീഫ് കറിയുടെ ടേസ്റ്റുള്ള നല്ല അടിപൊളി വറുത്തരച്ച കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളിങ്ങനെയാണോ കടലക്കറി വെക്കുന്നതെന്ന് താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ കടലക്കറി ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം. ഉപ്പൊക്കെ ഇപ്പോൾ പാകത്തിനാട്ടോ. നന്നായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നല്ല കഴിക്കാൻ തോന്നുന്ന രീതിയിലുള്ള നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് സീരീസിലെ രണ്ടാമത്തെ ദിവസം നമുക്കിതാ പുട്ടും നല്ല അടിപൊളി വറുത്തരച്ച കടലക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പുട്ടിന് നിങ്ങൾക്ക് ഏത് കോമ്പിനേഷനാണ് ഇഷ്ടം എന്നൊന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. എൻ്റെ ഫേവറേറ്റ് എപ്പോഴും പുട്ടും കടലക്കറിയും തന്നെയാണ് കേട്ടോ. നമുക്കിനി നമ്മുടെ പുട്ട് സെർവ് ചെയ്യാം കേട്ടോ. പുട്ട് അതിൻ്റെ മേളിതാ നല്ല വറുത്തരച്ച കടലക്കറി ഒഴിച്ചിട്ടുണ്ട്. കൂടെ ഒരു മുട്ട പുഴുങ്ങിയതും ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ നമുക്കിന്നുള്ളത് ഏത്തക്ക പുഴുങ്ങിയതാണ്. അപ്പോൾ പുട്ടും ഏത്തക്ക പുഴുങ്ങിയത് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. കൂടെ നല്ല ചൂടാവി പറക്കുന്ന ഒരു കട്ടൻ കാപ്പിയും കൂടി ആയപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായി. അപ്പം നിങ്ങൾക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് കോമ്പിനേഷൻ ഇഷ്ടപ്പെട്ടു എന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കൂടാതെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.